അങ്ങനെ ബൊമ്മ ടാസ്കിൽ ഋഷിയുടെ ഒക്കെ ടീം ജയിച്ചിരിക്കുകയാണ്. ഋഷി എന്റെ പൊന്നോ ചാടി ഓടി വന്നിട്ടാണ് ശ്രീരേഖയുടെ ബലൂണൊക്കെ പൊട്ടിച്ചത്. ബസ്ര അടിച്ചപ്പോ തന്നെ നന്ദനനെ റസ്മിൻ അവിടെ പിടിച്ചു വെച്ചു. അഭിഷേക് ശ്രീകുമാറും സായും തമ്മിലായിരുന്നു പിന്നെ അടിപിടി. അഭിഷേക് ശ്രീകുമാറായിട്ട് സായിനെ പിടിച്ചു വച്ചേക്കുമായിരുന്നു. ശ്രീരേഖനെ ഋഷി ഓടിക്കുകയും ശ്രീരേഖ ഓടി വരുമ്പോഴത്തേക്കും ഋഷി ചാടി ഓടി ശ്രീരേഖയുടെ അടുത്ത് വരികയും ബലൂൺ പൊട്ടിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ആ ടീം അപ്പൊ ഔട്ട് ആയിരിക്കുകയാണ്. അങ്ങനെ ഋഷിയുടെ ഒക്കെ ടണൽ ടീമാണ് അപ്പൊ ടാസ്കിൽ ജയിച്ചിട്ടുള്ളത്. സായി ഇപ്പൊ മാക്സിമം അഭിഷേക് ശ്രീകുമാറിനെ തള്ളി മാറ്റാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഭിഷേക് ശ്രീകുമാർ സായിനെ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. സായിക്ക് അനങ്ങാൻ പറ്റിയില്ല എന്ന് വേണം പറയാൻ. അപ്പത്തേക്കാണ് ഋഷി ഓടിച്ചാടി വന്നത്. ഋഷിയും നന്ദനയും ഒക്കെ അപ്പൊ അടിപൊളിയായിട്ട് തന്നെയായിരുന്നു ഗെയിമിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ 2 ടാസ്കിലാണെങ്കിൽ നന്ദന അറ്റാക്ക് ചെയ്യാൻ ചെന്നതുകൊണ്ടായിരുന്നു അവിടെ ബലൂൺ പൊട്ടിക്കുന്ന ആദ്യത്തെ ടാസ്കിൽ അപ്സരയ്ക്ക് പറ്റിയത്. 2ാമത്തെ ടാസ്കിൽ നന്ദന തന്നെയായിരുന്നു പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പവർ ടീം തോറ്റിരിക്കുകയാണ്. ഋഷിയും നന്ദനയും ഇപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.